സുഹൃത്തെ, പ്രണയബന്ധം തകരുന്നത് പലരെയും പല രീതിയിലാണ് ബാധിക്കുക. ബ്രേക്കപ്പുകൾ എല്ലാവർക്കും വേദനയെ സമ്മാനിക്കൂ. പ്രത്യക്ഷമായി ശരീരത്തിലുണ്ടാകുന്ന മുറിവിനേക്കാൾ വേദനാജനകമായിരിക്കും മനസ്സിൻ്റെ വേദന. പലരും പ്രണയബന്ധം തകർന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നവരും മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു ഉത്സാഹം കാണിക്കാത്തവരുമാണ്. മുൻ കാമുകൻ്റെ അല്ലെങ്കിൽ കാമുകിയുടെ ഓർമ്മയിൽ നിന്നും പൂർണ്ണമായും മുക്തമാകാൻ പലർക്കും കഴിയാറില്ല. എന്നാൽ പ്രണയബന്ധം തകർന്നാലും അതിൽ നിന്ന് മുക്തി നേടി ജീവിതത്തെ ധൈര്യത്തോടെ നേരിടണം. തകർന്ന പ്രണയബന്ധത്തെ എളുപ്പം മറക്കാനുള്ള ലളിതമായ 9 വഴികളാണ് ഇവിടെ പറയുന്നത്. നമ്പർ 1, യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തായാലും പ്രണയം തകർന്നു. നല്ല പാതിയെന്ന് വിശ്വസിച്ചയാൾ ഇട്ടുപോവുകയും ചെയ്തു. ഇനിയും ദിവ്യ പ്രണയം എന്ന് ചൊല്ലി നടന്നിട്ട് കാര്യമുണ്ടോ? അതിനാൽ യാഥാർത്ഥ്യത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക. എത്രത്തോളം വിഷമിക്കുന്നോ അത്രത്തോളം തകരുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ആ പാഠം അവസാനിച്ചെന്ന് മനസ്സാലെ ഉറപ്പിക്കുക. പ്രണയിച്ച ആളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും മുക്തനാവുക. നമ്പർ 2, പോകുന്നവൻ അല്ലെങ്കിൽ അവൾ പോവട്ടെ. നിങ്ങളുടെ വില മനസ്സിലാക്കാതെ പോകുന്നയാൾ അങ്ങ് പോവട്ടെ എന്ന് കരുതൂ. ഓർമ്മകളെ അത്ര എളുപ്പം കുഴിച്ചു മൂടൽ സാധ്യമല്ലെന്നറിയാം. എങ്കിലും ശ്രമിക്കുക. അയാളെ നിങ്ങൾ ആത്മാർത്ഥമായും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ശല്യം ചെയ്യാതെ തൻ്റെ ജീവിതത്തിൽ നിന്നും പോകാൻ ആഗ്രഹിച്ചയാളെ ഓർത്ത് സമയം പാഴാക്കാതിരിക്കുക. നമ്പർ 3, പ്രണയകാലത്ത് കൈമാറിയവയെല്ലാം ഉപേക്ഷിക്കുക. ശരിയാണ്, പ്രണയകാലത്ത് ഇഷ്ടപ്പെട്ടയാൾ പലതും സമ്മാനിച്ചിട്ടുണ്ടാകും. അയാൾ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞും വീണ്ടും അവയെല്ലാം കാത്തു സൂക്ഷിച്ച് വിഷമിക്കുന്നതിലും നല്ലത് അവ ഉപേക്ഷിക്കുന്നതാണ്. അത്രത്തോളം ആ ഓർമ്മകൾ കുറഞ്ഞു കിട്ടും. നമ്പർ 4, പ്രണയിച്ചയാളുമായി സമ്പർക്കം പുലർത്താനുള്ള വഴികൾ ഒഴിവാക്കാം. വേണ്ടെന്ന് വെച്ച് പോയയാളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നത് ദുസ്സഹമാണ്. അവരുമായി സമ്പർക്കം പുലർത്താനുള്ള സാഹചര്യമെല്ലാം ഒഴിവാക്കാം. കാണാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം മൊബൈലിൽ നിന്നും നമ്പർ നീക്കം ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. പഴയ മെസ്സേജുകളും മെയിലുകളും എല്ലാം ഡിലീറ്റ് ചെയ്യാം. നമ്പർ 5, വീണ്ടും പ്രണയിക്കുക. ഒരു ബന്ധം തകർന്നെന്ന് കരുതി വീണ്ടും പ്രണയിക്കാതിരിക്കരുത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങളെ ആത്മാർത്ഥമായും അർഹിക്കുന്ന ഒരാൾ കാത്തിരിക്കുന്നുണ്ടാകും. അത്തരം ഒരാളെ കണ്ടെത്തിയെന്ന് തോന്നുമ്പോൾ പ്രണയിക്കാൻ മടിക്കുകയേ വേണ്ട. മുൻബന്ധത്തെ മറക്കാൻ ഏറ്റവും നല്ല വഴിയും ഇതുതന്നെയാണ്. പഴയ ബന്ധത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സ്വന്തം കുറവുകളെ പരമാവധി ഇല്ലാതാക്കാനും നോക്കുക. നമ്പർ 6, പുതിയ ഓർമ്മകളെ മെനഞ്ഞെടുക്കാം. പണ്ട് കാമുകനൊപ്പം കറങ്ങിയടിച്ച സ്ഥലത്തേക്കാൾ മികച്ച സ്ഥലത്തേക്ക് സുഹൃത്തുക്കൾക്കോ കുടുംബത്തിനോ ഒപ്പം പോകാം. ഇതുവരെ രുചിക്കാത്ത ഭക്ഷണങ്ങൾ പരീക്ഷിക്കാം. പാർട്ടികളിൽ പങ്കെടുക്കാം. അങ്ങനെ പഴയ ഓർമ്മകൾക്കുമേൽ പതിയെ പുത്തൻ ഓർമ്മകൾ നെയ്യാം. പ്രണയിച്ചിരുന്ന സമയത്ത് സമയം കിട്ടാതിരുന്ന പലതും ഇനി ഇഷ്ടം പോലെ ചെയ്യാം. പെയിൻറ്റിങ്, എഴുത്ത്, ഡിസൈനിങ് തുടങ്ങി കലാപരമായ കഴിവുകൾ പൊടി തട്ടിയെടുക്കാം. സമയം ചെലവഴിക്കാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നതോടെ ഇത്തരം ഓർമ്മകളിൽ നിന്നും മുക്തി നേടാം. നമ്പർ 7, നിങ്ങളിലെ നന്മകളെ കാണാൻ ശ്രമിക്കൂ. ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ തീരുമാനിച്ചാൽ പിന്നെ ഒന്നിനും നിങ്ങളെ തടയാനാവില്ല. നിങ്ങളിലെ നല്ല ഗുണങ്ങളെയെല്ലാം മനസ്സിലാക്കി വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ 100 നല്ല ഗുണങ്ങൾ ഒരു പേപ്പറിൽ എഴുതാം. ഓരോന്നും എഴുതുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം
കൂടുകയേ ഉള്ളൂ, തീർച്ച. നമ്പർ 8, പുറത്തു പോവാം, ആസ്വദിക്കാം. പ്രണയം തകർന്നെന്ന് കരുതി മുറിക്കുള്ളിൽ ചടഞ്ഞു കൂടിയിരിക്കുന്നത് തന്നെ മാനസികമായി വീണ്ടും തളർത്തും. ഇത്തരം സമയങ്ങളിൽ എല്ലാവർക്കും തനിച്ചിരിക്കാനാകും ഇഷ്ടം. പക്ഷേ പുറത്തു പോവുകയും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കുന്നതുമൊക്കെ മാനസികോല്ലാസം നൽകും. ഒപ്പം വ്യായാമം ചെയ്യുന്നതും നല്ല വായു ശ്വസിക്കുന്നതും സൂര്യപ്രകാശം കൊള്ളുന്നതുമെല്ലാം മാനസികമായി ഉണർത്തും. നമ്പർ 9, മെൻ്ററുടെ സഹായവും ആവാം. ആവശ്യമെങ്കിൽ ഒരു റോൾ മോഡലിൻ്റെയോ മെൻ്ററുടെയോ സഹായം അഭ്യർത്ഥിക്കാം. അത് നിങ്ങളെ ഏറ്റവും അടുത്തറിയാവുന്ന ആളാണെങ്കിൽ അത്രയും നന്നായി. ഓർക്കുക, നിങ്ങളുടെ വില മനസ്സിലാക്കാതെ പോകുന്നയാൾ അങ്ങ് പോകട്ടെ എന്ന് കരുതണം. ഓർമ്മകളെ അത്ര എളുപ്പം കുഴിച്ചു മൂടൽ സാധ്യമല്ലെങ്കിലും ശ്രമിക്കുക. അയാളെ നിങ്ങൾ ആത്മാർത്ഥമായും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ശല്യം ചെയ്യാതെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചയാളെ ഓർത്ത് സമയം പാഴാക്കാതിരിക്കുക. പ്രണയം തകർന്നാലും അതിൽ നിന്ന് മുക്തി നേടി ജീവിതത്തെ ധൈര്യത്തോടെ നേരിടണം. തകർന്ന പ്രണയബന്ധത്തെ എളുപ്പം മറക്കാനുള്ള 9 വഴികളാണ് നമ്മൾ പഠിച്ചത്. നമ്പർ 1, യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്പർ 2, പോകുന്നവൻ അല്ലെങ്കിൽ അവൾ പോവട്ടെ. നമ്പർ 3, പ്രണയകാലത്ത് കൈമാറിയവയെല്ലാം ഉപേക്ഷിക്കുക. നമ്പർ 4, പ്രണയിച്ച ആളുമായി സമ്പർക്കം പുലർത്താനുള്ള വഴികൾ ഒഴിവാക്കാം. നമ്പർ 5, വീണ്ടും പ്രണയിക്കുക. നമ്പർ 6, പുതിയ ഓർമ്മകൾ മെനഞ്ഞെടുക്കാം. നമ്പർ 7, നിങ്ങളിലെ നന്മകളെ കാണാൻ ശ്രമിക്കൂ. നമ്പർ 8, പുറത്തു പോവാം, ആസ്വദിക്കാം. നമ്പർ 9, മെൻ്ററുടെ സഹായവും ആവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.